കൂട്ടുകാരെ, ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് സമയമായിട്ട് ഉള്ളൊരു സ്വാഗതമാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ലൈഫിലല്ല, എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മഹാകുംഭമേളത്തിന് പോയിട്ടുണ്ടായി. മഹാകുംഭമേളത്തിന് പോയ സമയത്ത് ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നമ്മൾ പോയ സമയത്ത് നമ്മൾ 8 പേരാണ് പോയത്. ആ 8 പേരിൽ ഒരു 3-4 പേരാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അവരുടെ ഫോണിൽ നിന്നുള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ ഞാൻ തീരെ ഫോട്ടോസ് പോലും എടുക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഈ തുടക്കത്തിൽ മാത്രമേ എന്നെ കാണാനും പോലും പറ്റുള്ളൂ. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഞാനില്ല. ഞാൻ വെറും ഫോൺ കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്നുള്ളത് പറയുന്നതായിരിക്കും സത്യം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടായ ഉഷാറൊന്നും നമുക്ക് യാത്രയുടെ ഉടനീളം ഉണ്ടായിട്ടില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇരുന്നിരുന്ന് മടുക്കില്ല. നമ്മൾ കാറിലാണല്ലോ പോയത്. അപ്പോൾ നമ്മൾ ഇരുന്ന് മടുത്തിട്ടുണ്ടായി. പക്ഷേ നമുക്ക് എത്ര ഇരുന്ന് മടുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ എത്തുന്ന സമയത്ത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഇനി ലൈഫിൽ അത് കാണുമോയെന്നറിയില്ല. പക്ഷേ ഈ കണ്ട എക്സ്പീരിയൻസും പിന്നെ ഞങ്ങളവിടെ കഴിഞ്ഞതും ഇതൊക്കെ വളരെ മനോഹരമായ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെമ്മറീസാണ്. അപ്പോൾ അത് നിങ്ങളുടെ കൂടെ പങ്കുവെക്കാൻ വിചാരിച്ചു ഞാൻ. നിങ്ങൾക്കത് വലിയ സംഭവമായിരിക്കില്ല, പക്ഷേ പോയിട്ട് വന്ന സമയത്ത് ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവങ്ങൾ അതൊക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ആദ്യം ഇവിടുന്ന് പ്രയാഗ്രാജ് പോയി. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ സായി സ്നാനമൊക്കെ കഴിഞ്ഞ് ഈ സ്ഥലങ്ങളൊക്കെ ആദ്യം ഞാൻ വല്ല സിനിമയിലോ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും, ഏകദേശം ഐഡിയ ഉണ്ടാവും. ഇത് തീരെ ഐഡിയ ഇല്ലാതൊരു സ്ഥലം കാണുമ്പോൾ നല്ല രസമാട്ടോ. അങ്ങനെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനിയിപ്പോൾ ഞാൻ കാണാത്ത ഏതെങ്കിലും സ്ഥലം കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇതൊക്കെ സെർച്ചാക്കി നോക്കാൻ പാടില്ല. ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്കാണ് പോകണമെന്ന് ഫിക്സ് ആയിട്ടുണ്ടെങ്കിൽ പരമാവധി അതിൻ്റെ വീഡിയോസൊന്നും നോക്കാതെ പോകണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഈ പ്രാവശ്യം പോയപ്പോൾ നല്ലോണം അനുഭവിച്ചിട്ട് വന്നിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ കാണുന്നതൊക്കെ പുതിയ പുതിയ കാഴ്ചകളല്ലേ, നല്ല രസമായിരുന്നു. പൊതുവേ ഹിന്ദി അത്ര അറിയാത്തതുകൊണ്ട്, ഹിന്ദി സിനിമകൾ പോലും കണ്ട് പരിചയമില്ലാത്തതുകൊണ്ട് നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു. അത് കഴിഞ്ഞ് വന്ന ശേഷം ഞാൻ ഒന്ന് രണ്ട് സിനിമകൾ ഇങ്ങനെ മറ്റേ വില്ലേജ് ടൈപ്പ് അങ്ങനെ ഓരോരോ കാറ്റഗറിയിൽ പെടുന്ന സിനിമകളില്ലേ, അങ്ങനത്തെ സിനിമ കണ്ട സമയത്തൊക്കെ കണ്ടു. ഞങ്ങൾ ഈ പോയിട്ട് വന്ന സ്ഥലങ്ങൾ പോലത്തെ സ്ഥലങ്ങളൊക്കെ ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ പോണേക്കാളും മുന്നേ നമ്മുടെ പ്രയാഗ്രാജിലൊക്കെ വളരെ തിരക്കാണ്, ഭയങ്കര തിക്കും തിരക്കാണ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഭയങ്കര ട്രാഫിക്കാണ്, ആൾക്കാരെ നിയന്ത്രിക്കാൻ തന്നെ പാടുപെടണു എന്നൊക്കെ പറഞ്ഞ ആ സമയത്താണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അങ്ങനെ പോയി നോക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രയാഗ്രാജിൽ അത്ര വലിയ തിരക്കൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ തിരക്കില്ല എന്നല്ല, നല്ല അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ട്. വണ്ടികൾ അത് ഇപ്പം മുന്നിലേക്ക് പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലാവും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ആദ്യം പ്രയാഗ്രാജിൽ പോണ സമയത്ത് ഞങ്ങൾക്ക് അത് തിരക്കായിരുന്നു. അന്ന് അടുത്ത് ഞങ്ങൾ പ്രയാഗ്രാജിൽ പോയി അവിടെ നിന്ന് നമ്മുടെ സായി സ്നാനമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് അയോധ്യയിലേക്ക് തിരിച്ച സമയത്താണ് മനസ്സിലായത് അതൊരു തിരക്കും അല്ല, അതൊരു ട്രാഫിക്കും അല്ല എന്ന്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നീണ്ട 13 മണിക്കൂർ ട്രാഫിക്ക് കിട്ടി ഞങ്ങൾക്ക്. ട്രാഫിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുള്ള സ്ഥലത്തൊക്കെ ട്രാഫിക് എന്ന് പറയുന്നത് 5-10 മിനിറ്റൊക്കെ ആയിരിക്കും. ഇത് നീണ്ട 13 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഞാനതിലൊക്കെ ആ ട്രാഫിക്ക് കൂടെയൊക്കെ ഞങ്ങൾ നിന്നു എന്നൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ നമ്മൾ തന്നെയില്ലേ അതൊക്കെ നിന്ന് അനുഭവിച്ചത്. പക്ഷേ അത് നല്ല രസമായിരുന്നു കേട്ടോ. ആ സമയത്ത് അതൊരു വളരെ ഇടങ്ങേറ് പിടിച്ചൊരു സംഭവമായിരുന്നു. അയ്യോ, ഇത് എന്തൊരു ട്രാഫിക്കാണ്, ഇതൊന്ന് തീർന്നിട്ടുണ്ടെങ്കിൽ മതിയായിരുന്നു, ഒന്ന് നമുക്ക് അയോധ്യ എത്തിയാൽ മതി എന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ തോന്നുകയാണ്, ആ ട്രാഫിക്കിൽ ഞങ്ങൾ നിന്ന സമയത്ത് അവിടെ കുറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി വൈകുന്നേരം 6 മണിക്കെങ്ങാണ്ട് തുടങ്ങിയ ട്രാഫിക്കാണ്. പിറ്റേന്ന് ഒരു 11-12 അല്ല ഒരു 12 മണിയൊക്കെ ഒരേ സ്ഥലത്തായിരുന്നു വണ്ടി. അതിന് ശേഷമാണ് മെല്ലെ മൂവായി തുടങ്ങിയത്. അത്രയും നേരം ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ വണ്ടിക്ക് തന്നെ ഇരിക്കാതെ പിന്നെ പിറ്റേന്ന് പുലർച്ചെ ഞങ്ങളിങ്ങനെ ഇറങ്ങി നടന്നു. ആ പാടത്ത് കൂടെ ഒക്കെ നല്ല രസമാണ് അതൊക്കെ കാണാൻ. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഇറങ്ങണമെന്ന് ചിന്തിച്ച് കുറേ സമയം ഇറങ്ങണോ വേണ്ടയോ ചിന്തിച്ചിങ്ങനെ ഇരുന്നു. അപ്പോൾ ഇറങ്ങി ഇങ്ങനെ പാടത്ത് കൂടെ നടന്നത് ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നുകയാണ്, ആ ഇറങ്ങി നടന്നതൊക്കെ എന്ത് രസമായിരുന്നു. അപ്പോൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ അതൊക്കെ ഞാൻ വളരെ മിസ് ചെയ്തേനെ. കാര്യം എന്താ പറഞ്ഞാൽ, വണ്ടി തന്നെ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് ഒരു മടുപ്പായി.
അപ്പം മെല്ലെ ഇങ്ങനെ ഇറങ്ങി ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി നടന്നു, റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു ഉള്ളിലേക്ക്. നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇപ്പോഴും അവിടെയൊക്കെ ഞങ്ങളുള്ള സ്ഥലത്ത്, ഞങ്ങളുള്ള കർണാടകയിലുള്ള സ്ഥലത്തൊക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല, ഓരോരോ സ്ഥലത്തിന് അതിൻ്റേതായ പ്രകൃതി ഭംഗികൾ വേറെയാണ്. പക്ഷേ എന്നാലും നമുക്കിപ്പോൾ അതാണല്ലോ, ഞാൻ കണ്ട സ്ഥലമല്ലേ എനിക്ക് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുള്ള സ്ഥലത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെയൊക്കെ എന്തൊരു, പക്ഷേ ഞങ്ങളുടെ സ്ഥലം സൂപ്പറാണ് കേട്ടോ, അങ്ങനെയല്ല എന്നല്ല, അത് ഒരു എന്തോ ഒരു രസം, വളരെ രസമായിട്ടുള്ളൊരു സ്ഥലം, അടിപൊളി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പ്രത്യേക ഫീലായിരുന്നു ആ സ്ഥലത്ത് കൂടെയൊക്കെ. ഇങ്ങനെ ഒരു ഉൾനാടൻ ഗ്രാമം എന്നാ അങ്ങനെയൊക്കെ പ്രദേശം എന്നൊക്കെ പറയും പോലെ, ഈ പഴയ സിനിമകളിലൊക്കെ കാണൂലേ നമ്മൾ, അതുപോലത്തെ ഈ പഴമ നഷ്ടപ്പെടാത്ത അങ്ങനത്തെ സ്ഥലങ്ങളിൽ കൂടെയൊക്കെ. അത് വെറും മെയിൻ റോഡിൽ കൂടെ പോണ സമയത്ത് നമുക്ക് ഉൾഗ്രാമം കിട്ടിയ സമയത്താണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ 13 മണിക്കൂർ ട്രാഫിക് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം ട്രാഫിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും പെട്ടു ട്രാഫിക്കിൽ. പക്ഷേ അത് അത്ര നീണ്ട ട്രാഫിക്കല്ല, ഒരു 5-8 മണിക്കൂറുള്ള ട്രാഫിക്കായിരുന്നു. ഈ 13 മണിക്കൂർ ട്രാഫിക്കിൽ കിടന്നതുകൊണ്ട് ഈ 5-8 മണിക്കൂറൊന്നും നമുക്കൊരു വിഷയമേ അല്ലായിരുന്നു. കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും നേരം നമുക്ക് ഇതൊക്കെ ഒരു വലിയ കണക്കല്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് അത് വലിയ സംഭവമായിരുന്നു കേട്ടോ. അയ്യോ ഇതൊന്നും തീരുന്നില്ലല്ലോ ഈശ്വര, നമുക്ക് ഇനിയും പോകണം, ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതാണല്ലോ എന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എത്തി. നല്ല ട്രാഫിക്കിൽ പെടുന്നതിന് മുന്നേ ഞങ്ങൾ പോയ ഹോട്ടലാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ലൊരു വെറൈറ്റി ആയിരുന്നു, അതുകൊണ്ടാണ് തോന്നുന്നത് ഇവർ പ്രത്യേകിച്ച് കുറേ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, കുറേ ഹോട്ടലുകൾ കയറിയിട്ടുണ്ടെങ്കിൽ പോലും ഏതും വീഡിയോ എടുക്കാണ്ട് ഇത് വീഡിയോ എടുക്കാണ്ടായ മെയിൻ കാര്യം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല ഇതിനേക്കാളും വ്യത്യസ്തമായ ഹോട്ടലുകൾ കുറേ സ്ഥലങ്ങളിലുണ്ടാവും, പക്ഷേ ഞാൻ കണ്ടതിൽ വ്യത്യസ്തമായ ഒരു ഇതായിരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോട്ടൽ കംപ്ലീറ്റ് ഒരു ലോറീൻ്റെ മോഡലായിരുന്നു. അപ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ ഒരു ലോറി നിൽക്കണ പോലെയൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു, ഒരു പ്രത്യേകതരം ഭംഗി. അത് എങ്ങനെയാണ് പറയാന്നുള്ളത് നിങ്ങളും കാണുക കേട്ടോ. ഞാൻ കണ്ട സമയത്ത് നിങ്ങൾക്കും കാണിച്ചു തരുന്നതുണ്ട്, ആരോ ഇരുന്ന് ഊഞ്ഞാലാടുന്നു, അതിനെയും വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇരിക്കട്ടെ, ചേട്ടനൊക്കെ കാണാൻ ഉറപ്പില്ല, തീർച്ചയായിട്ടും ഈ ചേട്ടനൊന്നും എൻ്റെ വീഡിയോ കാണാൻ പോകുന്നില്ല. അഥവാ കാണുകയാണെങ്കിൽ ചേട്ടൻ അറിഞ്ഞോട്ടെ, എന്തായാലും കാണാൻ പോകണില്ല. ഇതുണ്ടോ നമ്മുടെ നല്ല ഡ്രമ്മൊക്കെ അന്ന് അവിടെ വാഷ് ബേസിനും സിങ്കൊക്കെ ആയിട്ടുള്ളത്. പിന്നെ ഉള്ളിലൊക്കെ സൈക്കിളുടെ വീലും എന്തൊക്കെയോ മോഡൽ കാണുമ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ ആ കൗതുകത്തിൽ അവരിങ്ങനെ വീഡിയോ എടുത്തതാണ്. ആരായാലും വേണ്ടില്ല, വീഡിയോ എടുത്ത ഒരുപാട് താങ്ക്സ്. എന്താ വെച്ചാൽ എനിക്കിപ്പോൾ ഇങ്ങനെ പിന്നെയും കാണുമ്പോൾ നമുക്ക് പിന്നെയും ആ ഓർമ്മയിലൊക്കെ പോകാൻ പറ്റി കുറച്ച് സമയം. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നല്ല ട്രാഫിക്കൊക്കെ കഴിഞ്ഞ്, അത് കഴിഞ്ഞ് എൻ്റെ പൊന്നേ അയോധ്യയിൽ ഒരുപാട് തിരക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രയാഗ്രാജ് പോകുന്ന ആൾക്കാരൊക്കെ അയോധ്യയിലും ഉണ്ടെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവർ പ്രയാഗ്രാജിലല്ല തിരക്ക് എന്ന് പറയേണ്ടിയിരുന്നത് അയോധ്യയിലാണ്. അയോധ്യയിൽ വമ്പൻ തിരക്കായിരുന്നു, നല്ല തിരക്കെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഇതിനേക്കാളും തിരക്കുണ്ടാവുമല്ലോ, ഇതിലും തിരക്ക് കുറഞ്ഞ സമയമുണ്ടോ എന്നുള്ളത്. പക്ഷേ ഞാൻ പോയ സമയത്ത് നല്ല അടിപൊളി തിരക്കായിരുന്നു, നല്ല രസമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അവിടെ നല്ല രീതിക്ക് പണി നടന്നുകൊണ്ടുണ്ട്. വലിയ വലിയ കുറ്റം ബിൽഡിങ്ങുകളുടെയൊക്കെ പണി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പോയ സ്ഥലമാണോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിക്ക് അത് മാറും എന്നുള്ളത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പോയിട്ട് ഇനിയിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് പോയാൽ തന്നെ നമുക്കത് മനസ്സിലാവാത്ത അളവിന് മാറിയിട്ടുണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടു തന്നെ മനസ്സിലാക്കണമുണ്ടോ. ഈ അയോധ്യേൻ്റെ എൻട്രൻസിലൊക്കെ എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ. ഞാൻ ഇത് സത്യം പറയണമെങ്കിൽ ഞാൻ നമ്മുടെ പ്രാൺ പ്രതിഷ്ഠ ഉള്ള സമയത്ത് വീഡിയോയിൽ അയോധ്യ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ അവിടെ അയോധ്യ പ്രാൺ പ്രതിഷ്ഠ ആയ സമയത്ത് ഞാനത് ഒരുപാട് ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ടായല്ലോ, ആ സമയത്ത് അത് വീഡിയോ കണ്ടിട്ട് ഞാൻ ഈ സ്ഥലത്തിലേക്കൊക്കെ പോകുമെന്നുള്ളത് സത്യം പറഞ്ഞാൽ ചിന്തിച്ചിട്ടില്ല. ആലോചിച്ച് പോലും നോക്കാത്തൊരു കാര്യം നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. അതുപോലെ ഞങ്ങൾ പോയി ശ്രീരാം മന്ദിരമൊക്കെ പോയി കണ്ടു, തൊഴുതു വന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ പോയ സ്ഥലമാണ് കാശി, ബനാറസി എന്നൊക്കെ പറയില്ലേ, കാശി. അടിപൊളി, പറയാതിരിക്കാൻ മേല. അത്രയ്ക്കും ഇനിയും ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ അധികം പോയിട്ടേ ഇല്ലെന്നറിയാം. ഇനി നമ്മുടെ ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ ഒരുപാട് അമ്പലങ്ങളുണ്ട്, ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്.
ഞങ്ങളിങ്ങനെ കാറിൽ പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് കാണാൻ പറ്റിയത്. ഒരുപാട് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് വന്ന സമയത്ത് ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയും വലിയ വലിയ പട്ടണങ്ങളിലൂടെയൊക്കെ വന്ന സമയത്ത് എനിക്ക് തോന്നിയത് കേട്ടോ. ഇതിൽ കാണുന്നവരിൽ ഒരുപാട് പേര് കുറേ യാത്ര ചെയ്ത ആൾക്കാരുണ്ടാവും. അവർക്കൊന്നും ഇതൊരു വലിയ സംഭവമായിരിക്കില്ല. പക്ഷേ ഞങ്ങൾ തീരെ എവിടെയും പുറത്ത് പോകാത്ത, അധികം പുറത്ത് യാത്ര ചെയ്യാത്ത ആൾക്കാർക്ക് ഇതൊക്കെ വലിയ സംഭവമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് അപ്പോൾ പോയ സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് കാശിയൊക്കെ എന്തൊരു ഭംഗിയാണ്. ഞങ്ങൾ ഈ സിനിമയിലൊക്കെ, ഞാൻ ഫാൽമി എന്ന് പറയുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കാശീനെക്കുറിച്ച്. അവർ അതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും എത്രയോ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് കേട്ടോ കാശി കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ. നമ്മൾ ശരിക്കും ആയുസ്സിലൊരിക്കലും കണ്ടിട്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ കാശി. അപ്പോൾ ഇനിയും ഞാൻ പറയാൻ പോയാൽ കുറേ ഉണ്ട് പറയാം. പക്ഷേ നിങ്ങളെയും വെറുപ്പിക്കണ്ടേ. ഇപ്പോൾ ഞാൻ എന്തായാലും ഞങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം അല്ലേ. ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോ